പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ISL മത്സരത്തിൽ പഞ്ചാബ് എഫ്സിയും അതുപോലെ തന്നെ മുംബൈ സിറ്റിയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു നടന്നത്. എന്നാൽ മത്സരം അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിക്കൊണ്ട് ഈ മത്സരം ഇപ്പോൾ സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പഞ്ചാബ് എഫ്സി ഇന്നത്തെ മത്സരത്തിൽ ഒരു സമനില വഴങ്ങിയതോടുകൂടി ബ്ലാസ്റ്റേഴ്സിനാണ് ഇപ്പോൾ ഒരു മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത്. കാരണം 8ാം സ്ഥാനത്തായിരുന്നു ഈ മത്സരം നടക്കുന്നതിന് മുൻപ് വരെ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. എന്നാൽ പോയിന്റ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വീണ്ടും 9ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇരു ടീമുകൾക്കും 20 പോയിന്റാണ് നിലവിലുള്ളത്. അതായത് പഞ്ചാബിനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനും 20 പോയിന്റാണ് നിലവിലുള്ളത്. കൂടാതെ ഗോൾ ഡിഫറൻസിലും അവർക്ക് ഒരു മേൽക്കൈ നിലവിലുണ്ട്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിനെക്കാളും കുറച്ച് മത്സരങ്ങൾ മാത്രമേ അവർ കളിച്ചിട്ടുള്ളൂ. ബ്ലാസ്റ്റേഴ്സ് 16 മത്സരങ്ങൾ കളിച്ചപ്പോൾ പഞ്ചാബ് 15 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ പഞ്ചാബ് എഫ്സി പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് 9ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം അത് ബ്ലാസ്റ്റേഴ്സിന് അതിനിർണായകമാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ മികച്ച വിജയം തന്നെ നേടിയെടുക്കുക. അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് 7ാം സ്ഥാനത്തേക്ക് കയറി വരാനായിട്ട് സാധിക്കും. എന്നാൽ അടുത്ത മത്സരത്തിൽ മികച്ച ഗോൾ ഡിഫറൻസിനോട് കൂടി ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചാൽ, അതായത് കുറെ ഗോളുകൾ നേടിക്കൊണ്ട് വിജയിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും 6ാം സ്ഥാനത്തേക്ക് വരെ എത്താനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരം അതിനിർണായകമാണ് ബ്ലാസ്റ്റേഴ്സിന്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ പഞ്ചാബ് എഫ്സി 20 പോയിന്റോട് കൂടി അങ്ങനെ 8ാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുകയാണ്. അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിന് അതിനിർണായകമാണ്.